വയനാടുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തം, ഈ ദുരന്തത്തിന്റെ പേരിൽ പഴയ സർക്കാരും പുതിയ സർക്കാരും തമ്മിൽ ഇപ്പോൾ വാഗ്വാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ഈ ഒരു ദുരന്തത്തിൽ അകപ്പെട്ടു പോയ ആളുകളുടെ കുടുംബങ്ങൾക്ക് അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്, അനുശോചനം അറിയിക്കുകയാണ്. എന്നാൽ ആരാണ് ഈ ദുരന്തങ്ങളുടെ ഉത്തരവാദി? ദുരന്തങ്ങൾ സാധാരണ പലയിടങ്ങളിലും ഉണ്ടാകാറുണ്ട്. അത് പ്രകൃതിപരമായി സംഭവിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിനൊന്നും ആർക്കും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനൊന്നും കഴിയുകയില്ല. അതേ സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതിന് ചില ആളുകളൊക്കെ അതിന്റെ ഉത്തരവാദികൾ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അവിടെ ഉണ്ടായ ഈ തുരങ്ക നിർമ്മാണം, ഇതിന് സെൻസിറ്റീവായ ഏരിയ ആയിരുന്നു, അവിടെ അതിന് ഉചിതമല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് തടിയൂരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അവരെ കുറിച്ച് അത് മോശമായിട്ടൊന്നും പറയാൻ കഴിയില്ല. കാരണം ഒരു സർക്കാർ തുടങ്ങി വെച്ച പദ്ധതി അത് സെൻസിറ്റീവായ ഏരിയ ആണ്, അവിടെ അങ്ങനെ ഒരു തുരങ്കത്തിന് യോഗ്യമായ സ്ഥലമല്ല എന്ന് ഇത്ര കൂടുതൽ അറിയുന്ന ഒരു വ്യക്തിയാണ് വി.ഡി. സതീശൻ എങ്കിൽ ഈ സർക്കാർ അത് ഏറ്റെടുക്കുന്ന സമയത്ത്, സർക്കാർ ഭരണത്തിൽ വരുന്ന സമയത്ത് ആദ്യം ക്ലോസ് ചെയ്യേണ്ട പദ്ധതി അതായിരുന്നല്ലോ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത്രയും കൂടുതൽ ഈ വർഷക്കാലം വരുന്ന സമയത്ത് അപകട സാധ്യത ഉണ്ട് എന്ന് അറിയാം. അതുകൊണ്ടാണല്ലോ ഉത്തരവുണ്ടായിരുന്നു എന്ന് വി.ഡി. സതീശൻ തന്നെ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ സെൻസിറ്റീവായ, അതായത് കേരളത്തിലുള്ള കഴിഞ്ഞ ഭരണം നടത്തിയ പിണറായി ഗവൺമെന്റും അദ്ദേഹത്തിന്റെ ആളുകളും അവരെക്കാൾ കൂടുതൽ ഇതിന്റെ അപകടങ്ങളെ കുറിച്ച് ഏറ്റവും അറിയുന്ന ആൾ വി.ഡി. സതീശനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആവട്ടെ, അദ്ദേഹത്തിനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇതിലുള്ളത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായി, മാത്രമല്ല അദ്ദേഹത്തിന് അതിൽ വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കാൻ മാത്രമുള്ള ഭരണ സംവിധാനങ്ങളുടെ അധികാരങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അതിന്റെ ഗൗരവം ഇത്ര കൂടുതൽ അറിയുന്ന ഒരു വ്യക്തിയായിട്ടും അതിനുവേണ്ടി അദ്ദേഹം ശ്രമങ്ങൾ നടത്തിയില്ല എന്ന് പറയുമ്പോൾ, കേവലം ഉത്തരവുണ്ടായിരുന്നു എന്നതുകൊണ്ട് കാര്യങ്ങൾ നടക്കുകയില്ലല്ലോ. ഉത്തരവുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകും, പക്ഷെ ഉത്തരവുകൾ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നതാണല്ലോ പ്രധാനം. അപ്പോൾ അതിനുവേണ്ടി മുഖ്യമന്ത്രി എന്താണ് ചെയ്തത്? ആ നടപടിക്രമങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി അന്വേഷിച്ചിരുന്നോ? യഥാർത്ഥത്തിൽ ഒരു തുരങ്കം നിർമ്മിക്കുമ്പോൾ സാധാരണ റോഡ് നിർമ്മിക്കുന്നത് പോലെയല്ല, തുരങ്കത്തിന്റെ മുഖങ്ങളിലേക്കാണ് അതിന്റെ ഉള്ളിൽ നിന്നെല്ലാം മണ്ണുകൾ പുറത്തേക്ക് മാറ്റിക്കളയുന്നത്. ആ ഭാഗത്ത് ധാരാളം മണ്ണ് കൂട്ടിയിടുമെന്ന് സംശയമില്ല. പക്ഷെ ഇതുപോലെ ഒരു മലയുടെ താഴ്ഭാഗത്ത് ഇത്രയും കൂടുതൽ മണ്ണ് കൂടി നിൽക്കുകയും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മണ്ണിടിച്ചിൽ സംഭവിക്കാം. അതുപോലെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആ സാധ്യത ഏറ്റവും കൂടുതൽ അറിയുന്ന വി.ഡി. സതീശൻ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ വേണ്ട രൂപത്തിലുള്ള നടപടികൾ നടത്തിയില്ല എന്നത് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. സർക്കാരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതിലപ്പുറം യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളുകൾ മറ്റുള്ള ആളുകളുടെ മേൽ കാര്യങ്ങൾ കെട്ടിവെച്ച് ഒഴിഞ്ഞു പോകുന്നത് ശരിയല്ല. ധാർമ്മികപരമായി അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇവിടെ LDF സർക്കാരിന് പറയാൻ സാധിക്കും, കഴിഞ്ഞ സർക്കാരിന് പറയാൻ സാധിക്കും, ഞങ്ങൾ ഈ മഴക്കാലത്ത്, ഈ ഒരു വർഷക്കാലത്ത് ഞങ്ങളാണ് ഭരണത്തിൽ ഇരിക്കുന്നത് എങ്കിൽ അവിടെ അതിന് വേണ്ട, അതായത് പ്രകൃതിപരമായ പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കാൻ സാധിക്കുന്ന അത്രയും വലിയ മുൻകരുതലുകൾ ഞങ്ങളാണെങ്കിൽ എടുക്കുമായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്തായിരുന്നാലും അവിടെ ഇത്രയും വലിയ പ്രതിസന്ധിയുള്ള സ്ഥലമാണ്, സെൻസിറ്റീവായ ഏരിയ ആണ് എന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോൾ എന്തുകൊണ്ട് കാര്യമായ നടപടി എടുത്തില്ല എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാരിന് സാധിക്കുകയില്ല. അതിനുള്ള ഉത്തരവാണ് യഥാർത്ഥത്തിൽ കേരളത്തില് ജനങ്ങൾക്ക് ആവശ്യം.